Hey guys, it's me, your Sarhag. Hmm? La 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 la. Peekaboo. ഗൈസ്, അപ്പം ഞങ്ങളിവിടെ സൂയിൽ വന്നേക്കുവാണ്. ഇന്ന് ട്യൂസ്ഡേ ആണ് ഗൈസ്. സുണ്ടേ അല്ല, ട്യൂസ്ഡേ ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ സൂയിൽ വന്നേക്കുവാണ്. നമുക്കിവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ കാണാം ഗൈസ്. അപ്പം നമ്മൾ അകത്ത് കയറി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ വർഷങ്ങളുടെ തിരച്ചിലിനൊടുവിൽ നമ്മൾ ആരതിയുടെ പിറക്കാതെ പോയി ഉണ്ണിയെ കണ്ടെത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഉണ്ണിയെ കണ്ട സന്തോഷത്തിൽ അവൾ വികാരഭരിതയായി എന്നോട് ചോദിച്ചു, ഇതിനാണോ രസായനം വെക്കുന്നത്? ഗൈസ്, ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് 20 രൂപയാണ് വരുന്നത്. അതേ ഗൈസ്, ഇവിടെ ഒരു മൂങ്ങ നോക്കുന്നുണ്ട്. പുള്ളി വലിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നോക്കുന്നു. ഞാൻ പക്ഷേ ഇപ്പോഴാണ് കണ്ടത്. 12 വയസ്സിന് മുകളിലൊക്കെ ഉള്ളവർക്ക് 20, അതിന് താഴെയുള്ളവർക്ക് 5, പിന്നെ ഫാമിലി ആയിട്ട് വരുന്നെങ്കിൽ 40, പിന്നെ ഗ്രൂപ്പൊക്കെ ആയിട്ടാണെങ്കിൽ 200, പിന്നെ മുകളിലേക്കൊക്കെ ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്നതിന് 100, 150 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇവിടെ ഇലക്ട്രിക് കാർസൊക്കെ പറ്റും, പക്ഷേ മറ്റു വെഹിക്കിൾസ് ഒന്നും പറ്റില്ല. അതുപോലെ പ്ലാസ്റ്റിക് പറ്റില്ല, ഫുഡ് ഐറ്റംസ് കയറ്റാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് റൂൾസ്. കാരണം ഇതൊരു ആർട്ടിഫിഷ്യലായിട്ടാണെങ്കിലും ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പം നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു ഡ്യൂട്ടിയാണ്. പക്ഷേ ഇവിടെ എല്ലാവരും തന്നെ ആ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടാണ് കയറുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പണ്ടത്തെ ആ ഒരു, ഞാൻ ആ കൊച്ചിലെ വന്ന ആ ഒരു ഇതിൻ്റെ ഇപ്പോൾ കാണുന്നില്ല. നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ജീവികളുടെ ആണെങ്കിലും എണ്ണത്തിലൊക്കെ വളരെ കുറവുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളും വൃത്തികേടൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് ആൾക്കാർ തന്നെ. അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്, സ്റ്റാഫ് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നാലും അവർ ക്ലീൻ ചെയ്ത് പോയാൽ അപ്പോൾ തന്നെ അടുത്ത വേസ്റ്റ് അവിടെ വരും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചെല്ലുന്ന ആൾക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു തണുപ്പും സുഖമാണ് ഗൈസ്. നമ്മളൊരു ടൗണിൻ്റെ നടുക്കാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. നമുക്കൊരു അങ്ങനെ ഒരു തോന്നലേ ഉണ്ടാവില്ല. കാരണം അത്തരത്തിലുള്ളൊരു ഫീലാണ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറി കഴിഞ്ഞാൽ വേറൊരു ലോകത്ത് ചെല്ലുന്ന പോലെ. ഒരു ഒറിജിനൽ ഒരു കാട്ടിലേക്ക് നമ്മൾ കയറിയാൽ അങ്ങനെ ഉണ്ടായിരിക്കും. അതുമാതിരത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവരും തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കൂടുതലും കുട്ടികളൊക്കെയാണ് വരുന്നത്. ഞാൻ വരുന്നത് മെയിനായിട്ട് ഇയാളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, സിംഹത്തെ കാണാൻ വേണ്ടി. ഇവിടെ വന്ന മിക്കവരും തന്നെ സിംഹത്തെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം നമുക്ക് കുഞ്ഞിലെ തൊട്ട് കാടെന്ന് പറയുമ്പോഴേ വരുന്ന ഒരു രൂപം സിംഹം, കാട്ടിലെ രാജാവ്. അതൊരു നല്ല സംശയം വരുന്നു ഗൈസ്. അപ്പം എല്ലാവരും ഇവനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവനൊരുമാതിരി വെട്ടിയിട്ട വാഴത്തണ്ട് കൊണ്ട് കിടക്കുമായിരുന്നു ഗൈസ്. നമ്മുടെ എല്ലാ പ്രതീക്ഷയും നശിപ്പിച്ചു. ഇത് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, തൽപരകക്ഷിയൊന്നുമല്ല. അത് കാരണം എല്ലാവരും തന്നെ ഇതെന്നാ സാധനമാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും കുറേ നേരം കളിപ്പിച്ചിട്ട് പോവുക ചെയ്ത്. നമ്മളും അവസാനം അടുത്തിട്ടിട്ട് പോയി. ഈ വല്ലോ ഡിപ്രഷൻ്റെ ആയിരിക്കും ഗൈസ്. അമ്മു എന്നാക്കുച്ച് കുറേ നേരം വിളിച്ചിട്ട് ആ അമ്മു തിരിഞ്ഞു പോലും നോക്കില്ല ഗൈസ്. എന്ത് ജാടയല്ലേ പാങ്കുച്ച്. അരതി എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? വളരെ മനോഹരമാണ്. എല്ലാം കണ്ടോ? കസ്തൂരി പൂത്ത മണമാണ് ഇതുള്ളത്. എല്ലാം കണ്ടോ? കണ്ട്. ചിലരൊന്നും മൈൻഡ് ചെയ്തില്ല, ചിലരൊക്കെ ഭയങ്കരമായിട്ട് മൈൻഡ് ചെയ്തു. സിംഹത്തിന് ഞങ്ങളേതല്ല ആരെയും താല്പര്യമില്ല. എനിക്ക് 5 കഴിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കണം. ഗൈസ്, അപ്പം ഞങ്ങൾ അവിടെ നിന്ന് സൂവിൽ നിന്ന് ഇറങ്ങി രാജാ രവിവർമ്മ ആർട്ട് ഗാലറിയിൽ കയറുവാണ്. എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല, പോയി നോക്കാം വെറുതെ. നമുക്കിവിടെ കയറാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ 50 രൂപയല്ലേ ഉള്ളൂ, വെറുതെ കയറി കാണാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ ഭയങ്കര വർത്ത് പറഞ്ഞാൽ ഭയങ്കര വർത്തായിരുന്നു. ടൈമിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, പൈസയുടെ കാര്യത്തിലായിക്കോട്ടെ, എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അമ്മാതിരി ഒരു എക്സ്പീരിയൻസാണ് നമുക്കിവിടെ നിന്ന് ലഭിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും നമ്മുടെ വന്ന് അത് കാണാനും, അതുപോലെ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ആ ഒരു രംഗം നമ്മൾ കൺമുന്നിൽ കാണുമ്പോഴത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത്രയ്ക്ക് ഒരു ഒറിജിനാലിറ്റി തോന്നിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ പല നമ്മൾ കണ്ട് പരിചയമുള്ള പല ചിത്രങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ പറ്റി.
അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2023 ഈ ഒരു ആർട്ട് ഗാലറി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ ഒരു മോണമെൻ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പല വാക്കുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ആർട്ട് ഗാലറി പ്രവർത്തിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ശ്രീചിത്ര ആർട്ട് ഗാലറി ഉണ്ട്. ഇത് വളരെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ആർട്ട് ഗാലറിയാണ്. ഇവിടെയായിരുന്നു ആദ്യം രവിവർമ്മയുടെ ചിത്രങ്ങൾ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ പിന്നീട് 2023 പുതിയ ഒരു ആർട്ട് ഗാലറി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. നമ്മൾ കണ്ടിങ്ങനെ വന്നപ്പോഴാണ് ഗൈസ് ഇത് കണ്ടത്. ശ്രദ്ധിച്ച് നോക്കണം ഗൈസ്. കണ്ടോ നിങ്ങൾ കാണുന്നുണ്ട്. ആ വഴിയും പുലിയൊക്കെ ഉള്ളൂ. നമ്മൾ വേണം വരച്ചെടുക്കാം. ആ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാണ്? ഷാ ആലം എന്ന് പറഞ്ഞിടയാണ് ഗോൾഡൻ സിംഹാസനം. ആര്? ഷാ ആലം എന്ന് പറഞ്ഞ രണ്ട് ഗോൾഡൻ ത്രോണിൽ കയറിയിരിക്കുന്നതാണ്. എന്നിട്ട് ആടിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പെല്ലാം വിശ്രമിച്ച് കിടക്കാണ് ഗൈസ്. എടാ കണ്ണാടി, നീ എന്നെ പറ്റിച്ച് കളഞ്ഞല്ലോടാ ഗൈസ്. ഫാൻ കൊള്ളാൻ വേണ്ടി മാത്രം പൊക്കത്തെ നിലയിൽ കയറി വന്നതാ ഗൈസ്. ഇതൊക്കെ ആരടേ? ഇവിടെ ഭയങ്കര കൊടുങ്കാറ്റാണ്. ഈ ചേച്ചിയുടെ ഡ്രസ്സെല്ലാം പറന്നു പോകും. ശരി ശരി പോയാ. അയ്യോ ഗൈസ്, അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. സമയം പോയതുകൊണ്ട് ഫുഡ് കഴിക്കാറായിട്ടുണ്ട്. അപ്പം മ്യൂസിയത്തിൽ കയറിയില്ല, അതുകൊണ്ട് നമ്മളിനി എവിടെ പോയി ഫുഡ് കഴിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കുവാണ്. ഇവിടെ ശ്രീ ലംബോദര എന്ന് പറഞ്ഞൊരു തട്ടുകടയിൽ ഇവിടെ വന്നേക്കുവാണ്. അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. ഇവിടെ ആരതിയുണ്ട്. ഹായ്, നല്ല ലൈറ്റ്. ഞാനാണ് ഈ കട റെക്കമെൻഡേഷൻ ചെയ്തത്. ആരതിയാണ് എനിക്ക് ഈ കട റെക്കമെൻഡ് ചെയ്തത്. ആരതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത്. കുറേ നാളായിട്ട് ഇങ്ങനെ ഞാൻ യൂട്യൂബിൽ ഫുഡ് റിവ്യൂസും ഫുഡ് ബ്ലോഗേഴ്സൊക്കെ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ നാളായിട്ട് കാണുന്നുണ്ട് ശ്രീലംബോദരം തട്ടുകട ചിക്കൻ പെരട്ടെന്നൊക്കെ പറഞ്ഞു. കുറച്ച് അപ്പം ഞങ്ങൾ മ്യൂസിയത്തിൽ ഇറങ്ങുമ്പോൾ ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കടയുടെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ലൊക്കേഷനൊക്കെ അരമണിക്കൂറാണ്. ഇത് എത്തിയത് കുറച്ച് ലേറ്റായി, മഴ ഉണ്ടായിരുന്നു. നല്ല റിവ്യൂ ആണ്. ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ ഓട്ടോക്കാരൻ ഉൾപ്പെടെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പണ്ട് ഇതൊരു തട്ടുകടയായിരുന്നു. ഇപ്പോൾ ഭയങ്കര സെറ്റപ്പായി, നല്ല ഇതായി. അപ്പോൾ ഫുഡ് തന്നെയുണ്ട് കഴിക്കണമല്ലോ. തട്ടുകട ഇത്രയും വളർന്നുണ്ടെങ്കിൽ ആരും എന്നെ ഓർഡർ ചെയ്തത് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അലീന പൊറോട്ട വാങ്ങി, ഞാൻ കപ്പ വാങ്ങി, പിന്നെ ഒരു ചിക്കൻ പെരട്ട് വാങ്ങി. ഇന്ന് തീർന്നിട്ടല്ലോ ഞങ്ങൾ വേറെ ഓർഡർ ചെയ്തു. അതെ, ആ കുഴപ്പമൊന്നുമില്ല, നീ പറഞ്ഞു. ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഞങ്ങളുടെ കോട്ടയം കണ്ടെത്തിയിരിക്കുന്നത് ഗൈസ്. കോട്ടയം പോലെയുണ്ട്. മഴയും കൂടെ പെയ്തപ്പോൾ കറക്റ്റ് കോട്ടയം. ഞങ്ങളിവിടെ വണ്ടി കയറാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് വണ്ടിയില്ല. പാളയം അല്ലെങ്കിൽ തമ്പാനൂർ പോകണമെന്ന് പറയും. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണീന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. എരിവായിരുന്നു, ബട്ട് കുറേ നാൾ കൂടിയിട്ട് കഴിച്ചുകൊണ്ട്. ഞങ്ങളിവിടെ ഹോസ്റ്റലിൽ കാരണം അവിടെയൊക്കെ ലിമിറ്റഡ് ആയിരിക്കും ഉപ്പ്, എരിവും പുളിയൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഒരു എന്താ പറയുക ഫ്ലേവേഴ്സിൻ്റെ വിസ്ഫോടനമായിരുന്നു ഞങ്ങളുടെ നാവിൽ സംഭവിച്ചത്. ഞങ്ങളവിടെ കോട്ടയത്താണെങ്കിലും ആലപ്പുഴയാണെങ്കിലും നല്ലപോലെ എരിവ് കഴിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് വന്നിട്ട് ഇവിടെ എല്ലാം ഹോസ്റ്റലിലെല്ലാം അത്ര എരിവൊന്നുമില്ല. പിന്നെ ഹോസ്റ്റലായതുകൊണ്ട് വെള്ളം നീട്ടിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ. പക്ഷേ കുറേ നാൾ കൂടി ഇത് കണ്ടപ്പോഴത്തേക്കും അപ്പോൾ കഴിച്ചപ്പം ഭയങ്കര ഇത് ബസ് വന്നു കഴിച്ചു ഞങ്ങൾ കോട്ടയം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പട്ടമെത്തി ഹോസ്റ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നായിരുന്നു? നല്ല ദിവസമല്ല, രാവിലെ ഇറങ്ങിയതാണ്. നല്ലൊരു മികച്ച ദിവസമായിരുന്നു. അങ്ങനെയല്ല, നല്ല ദിവസമായിരുന്നു. ഇന്ന് ഞാൻ ഒരു സാധനം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണോ എന്ന് വിചാരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സാധനം ആദ്യമായിട്ടാണ്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിന്നിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. വേറെ ഒന്നും എനിക്കിന്നൊരു കൊറിയർ വന്നു എൻ്റെ വീട്ടിൽ. സാധനം ചെറുതാണ്, നിങ്ങൾ കാണിച്ചു തരാം. ഇത്രയും ചെറിയൊരു സാധനമാണ്. ഈ സാധനം പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനമായിരുന്നു എന്ന് വിചാരിക്കും. പക്ഷേ ഇതെനിക്ക് ഭയങ്കര അത്യന്താപേക്ഷിതമായതുകൊണ്ട് ഞാൻ വരുത്തിച്ചതാണ്. ഇതിനെനിക്ക് വീട്ടിൽ നിന്ന്
അമ്മയുടെ കയ്യിൽ നിന്നും ചേച്ചിയുടെ കയ്യിൽ നിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്നും എല്ലാമായിട്ട്, പിന്നെ അപ്പൂൻ്റെ കയ്യിൽ നിന്നും അവളടക്കം എന്നെ വഴക്ക് പറഞ്ഞു. എന്നാലും ഇത് കിട്ടിക്കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഇന്നേ വരെ എനിക്കിങ്ങനെ ഒരു കൊറിയർ സാധനം വന്നിട്ടില്ല. പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് അങ്ങനെ അയക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന കാരണം എനിക്കങ്ങനെ ഇതുവരെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പം ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്താണല്ലോ, അപ്പം എനിക്ക് പോയി എടുക്കാനോ അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് കൊറിയറായിട്ട് അയക്കേണ്ടി വന്നു. നമുക്കിന്ന് പൊട്ടിച്ചോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്നത്. എനിക്കറിയാം ഇത് ഭയങ്കര ക്രിഞ്ചായിരിക്കും, നിങ്ങൾക്ക് കാണുമ്പോൾ ചിരി വരും, മീൻസ് കളിയാക്കാൻ തോന്നും, പുച്ഛമായിരിക്കും, മീൻസ് നിങ്ങൾക്ക് ഇത് കാണുമ്പം അയ്യേ ഇതായിരുന്നു എന്ന് തോന്നും. ബട്ട് എൻ്റെ ഒരു ചെറിയ സന്തോഷം, എന്തെങ്കിലുമൊക്കെ പത്ത് വേണ്ടേ. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം ഗൈസ്. ഇത് എവിടെ പൊട്ടിക്കുമെന്ന് അറിയില്ല. ഇന്ന് ഗൈസ് ഇവിടെ എൻ്റെ അഡ്രസ്സ്, ഞാനിപ്പോൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ അഡ്രസ്സ്, പിന്നെ അത് ഇവിടെ ഫ്രെയിമൊക്കെ വെച്ചിട്ട് ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം ഗൈസ്. എവിടെ തുറക്കാൻ വയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെ സ്റ്റിക്കർ കിട്ടിയാൽ മുഖത്തിട്ടിരിക്കുന്ന പറിക്കുന്ന സ്വഭാവം നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി, ഏതെടുക്കും എന്നാലും രസമാണ്. എന്നിട്ട് ഇതുപോലെ എവിടെയെങ്കിലും ഒട്ടിച്ചു, പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെയൊക്കെ. പണ്ട് നമ്മുടെ റൂമിൽ മിക്ക സ്ഥലത്തും ഡ്രസ്സിൻ്റെ സ്റ്റിക്കർ ഉണ്ടാവും. കീറി പോകുമല്ലോ നമുക്ക് എവിടെയെങ്കിലും കീറാൻ പറ്റത്തില്ല. അയ്യോ, എൻ്റെ അടുത്തെല്ലാം പോകും. എനിക്ക് സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടായിരുന്നു. സൈഡ് ചെയ്തു. എൻ്റെ കയ്യിൽ വേറെ കത്രികയോ അങ്ങനെയൊന്നും ഇല്ല. കാരണം എനിക്ക് ഇങ്ങനെ സൈഡ് തട്ടും. കൈകൊണ്ട് കൊടുക്കുമ്പോൾ വരുന്നുണ്ട് കേട്ടോ. വേറൊരു കളറിലൊക്കെ ആക്കി എന്തായാലും അവർ അയക്കുമല്ലോ. എൻ്റെ കൂടുതൽ വേറെ എന്തെങ്കിലും കൂടെ അയക്കാമായിരുന്നു. വലിയൊരു സന്തോഷത്തിന് വേണ്ടി കിട്ടി. കവർ തീരും. കാണിക്കില്ലേ? ഞെട്ടരുത്, സർപ്രൈസ് ആകാം. കൗണ്ട് ഡൗൺ 1 2 3. എൻ്റെ ഐ ഡി കാർഡാണ് ഗൈസ്. കഴിഞ്ഞ തവണ CDRC ചെയ്ത സമയത്ത് എനിക്ക് ഐ ഡി കാർഡിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ബാഗിൽ പാക്ക് ചെയ്ത സമയത്ത് എടുത്ത് വെച്ചിരുന്നു. എൻ്റെ കോളേജ് ബാഗ് ഞാൻ കൊണ്ടുവരാൻ നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ അതിനകത്ത് എടുത്ത് വെച്ചിരുന്നു. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ആയപ്പം ഞാൻ വിചാരിച്ച് കോളേജ് ബാഗ് എടുക്കണ്ട, വെയിറ്റ് കൂടിയപ്പോൾ ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചു. അപ്പോൾ അതിൻ്റെ അകത്തായിപ്പോയി. ഞാൻ സ്ഥിരം കോളേജ് ബാഗിലായിരുന്നേ. അപ്പം അതാണ് ഞാനങ്ങനെ എടുത്ത് മാറ്റുന്ന പരിപാടി അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യം വിട്ടും പോയി. ആ കോളേജ് ബാഗിൻ്റെ അകത്ത് എടുത്തിട്ട് തിരിച്ചെൻ്റെ ഞാൻ കൊണ്ടുവരുന്ന ബാഗിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പം അത് അവിടെ പ്രശ്നമില്ലായിരുന്നു, എനിക്ക് എൻ്റെ ആവശ്യം വന്നുമില്ല. അതുകൊണ്ട് ഇത്രയും ദിവസം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു പോലുമില്ല ശരി പറഞ്ഞു. പക്ഷേ ചെയ്തി വന്നപ്പം സാർ ചോദിച്ചു ഐ ഡി എവിടെ എന്നാ പറഞ്ഞു. ഐ ഡി കൊണ്ടുവന്നില്ല. നീ ഇൻറ്റേൺഷിപ്പിൽ വന്നാൽ തന്നെയല്ലേ എന്നാ പറഞ്ഞു. എനിക്ക് പക്ഷേ ഞാൻ മറന്നുപോയി. അവർ എന്ന് പറഞ്ഞിട്ട് സാർ ചിരിച്ചു. അത് കഴിഞ്ഞപ്പോൾ സാറില്ല, നാളെ വരുമ്പം കയ്യിലുണ്ടായാൽ മതി. സാർ ഇവിടെയല്ല, വീട്ടിലുള്ളത്. സാറില്ല, നാളെ കൊണ്ടുവന്നാൽ മതിയല്ലോ. സാർ എൻ്റെ വീട് കോട്ടയത്താണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു നന്നായി, മക്കളിപ്പോൾ അവിടെ പോയിരുന്നു, 2 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. സാർ പിന്നെ ഭയങ്കര കമ്പനിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ ആ ചേട്ടൻ സാറ് ഇത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ഡൗട്ട് ചെയ്യോ, ഇയാൾ എന്തെങ്കിലും പറയും. നമ്മൾ ഫസ്റ്റ് ഡേ അല്ലേ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും പറയുമോ അങ്ങനെ പേടിയായി പോയി. പക്ഷേ അവിടുത്തെ ഒരു പ്രിസണർ തന്നെ സാറിനെ അസിസ്റ്റ് ചെയ്യാനും ക്ലർക്ക് പോസ്റ്റ് പോലെ ഉണ്ട്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഇപ്പം അങ്ങനെ വലുതായിട്ടൊന്നും വേണ്ട. ഇപ്പം തുടക്കത്തിൽ കയറുന്ന സമയത്തും പിന്നെ ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്തും സർട്ടിഫിക്കറ്റിൻ്റെ സമയത്തും ഐ ഡിയുടെ ആവശ്യം വരുന്നുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ കൊണ്ടുവന്നാൽ മതി. പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് എപ്പോഴേലും ഒക്കെ ഐ ഡി കാർഡ് ചോദിച്ചാൽ പണി കിട്ടും. അതുകൊണ്ട് വരുത്താതിരിക്കേണ്ട, കൊറിയർ പോലെ വല്ലതും വരുത്തുമോ അങ്ങനെ വല്ലതും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വരുത്തിച്ചതാണ്. സോ ഇനി നാളെ നാളെ സൺഡേ ആണ്. മൺഡേ തൊട്ട് ഇതിട്ട് ദിവസം കോളേജിൽ ഞാൻ സാധനം ഇട്ടിട്ട് മടുത്തു. മിക്ക ദിവസങ്ങളിൽ വരാറില്ല, ബാക്കി ചുമ്മാ ഇടാറിയോ. അപ്പോൾ ഗൈസ് ഇതാണ് എനിക്ക് അങ്ങ് കോട്ടയത്ത് നിന്ന് എൻ്റെ മാമൻ അല്ല എൻ്റെ ചേച്ചി അയച്ചു തന്ന സാധനം. ലവ് യു ചേച്ചി, താങ്ക് യു. ഞാൻ ഇത്തരം കൊറിയറുകൾ, ഇത്തരമല്ല ഇതിലും നല്ല നല്ല സാധനങ്ങൾ, എനിക്ക് ഉപകാരപ്പെട്ട സാധനങ്ങൾ, ഇത് ഉപകാരപ്പെട്ടതാണ്. എന്നാലും ഞാനത് ഉദ്ദേശിക്കുന്ന ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അത്രയും പെട്ടെന്ന് ഞാൻ എന്ത് സാധനം സ്വീകരിക്കും. ഇനിയാണ് വലിയ ഭാവന ഗൈസ്. അപ്പം പിന്നെ എന്ത് വേണമെങ്കിൽ വെച്ചു എൻ്റെ ലൈഫിൽ ഇനിയും ഇങ്ങനത്തെ കൊറിയറുകൾ കിട്ടട്ടെ, അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ കിട്ടട്ടെ. കൊറിയർ വേണ്ട, ഗിഫ്റ്റുകൾ കിട്ടട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ബ്ലെസ് ചെയ്യും. താങ്ക് യു. പോട്ടെ, ആരുടെ ഇവിടെ താഴെ ഗിഫ്റ്റ് ചെയ്യാൻ വേണമുണ്ടോ കമൻറ്റ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നതാണ്. ഉച്ചയ്ക്ക് കഴിയുമ്പോൾ അവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ ഷോ മൊത്തം കാണും. മൊത്തത്തിൽ നാളെ കിട്ടും. ഇനിയും ഒരു 14 ദിവസം നിൽക്കേണ്ടതാണ് അവിടെ. പിന്നെ നാളെ കിട്ടുകഴിഞ്ഞാൽ എല്ലാ ദിവസവും അവിടെ ഇത് പറഞ്ഞ കളയും. അടുത്ത വീഡിയോ കാണാം.